കളമശ്ശേരി കാർബോറാണ്ടം ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി. ഉഗ്രശബ്ദത്തിലുണ്ടായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ. 7 തവണ തുടർച്ചയായി മുഴക്കമുണ്ടായതായി പ്രദേശവാസികൾ. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാതെ മറച്ചുവെച്ച് അധികാരികൾ. പരാതി കിട്ടാത്തതുകൊണ്ടാണ് കേസെടുക്കാത്തതെന്ന് പോലീസ്. കണ്ണൂർ എരഞ്ഞോളിയിലെ സ്ഫോടനത്തിൽ വെളിപ്പെടുത്തലുമായി അയൽവാസി. നേരത്തെയും പ്രദേശത്ത് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിനെ അറിയിക്കാതെ പാർട്ടി പ്രവർത്തകർ അത് മാറ്റുകയായിരുന്നുവെന്നും സേന. പ്രദേശം പാർട്ടി പ്രവർത്തകരുടെ ഹബ്ബെന്നും ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും സേന. തുറന്നു പറഞ്ഞാൽ വീടുൾപ്പെടെ ആക്രമിക്കപ്പെടുമെന്ന ഭയമെന്നും സേന. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ തലശ്ശേരി മേഖലയിൽ വ്യാപക റെയ്ഡ്. തലശ്ശേരി, പാനൂർ, ചൊക്ലി പ്രദേശങ്ങളിൽ പരിശോധന. ബോംബ് സ്ഫോടനം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. CPM-ന്റെ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം. CPM ബോംബ് നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നുവെന്നും VD സതീശൻ. പഴയ കാര്യങ്ങൾ പറയേണ്ടതില്ലെന്നും DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. വ്യാപക വാഹന പരിശോധനകളും പട്രോളിംഗും നടത്തുമെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ മറുപടി സണ്ണി ജോസഫ് MLA-യുടെ അടിയന്തര പ്രമേയത്തിൽ. ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നത് CPM നേതാക്കന്മാരുടെ അറിവോടെയെന്ന് K. സുരേന്ദ്രൻ. കണ്ണൂരിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം. കണ്ണൂർ CPM കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ. കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടുമെന്ന് സുധാകരൻ. മരിച്ചത് വൃദ്ധനല്ലേ, യുവാവല്ലല്ലോ എന്നും K. സുധാകരൻ. എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതിനു പിറകിൽ CPM ആണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം ബോംബിന്റെ പക്ഷമല്ല, ചിന്തയുടെ പക്ഷമാണെന്നും പ്രതികരിച്ച ബിനോയ് വിശ്വം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 5 നാടൻ ബോംബുകൾ കണ്ടെത്തി. കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിലാണ് നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും മാർക്കറ്റിൽ പരിശോധന നടത്തി. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ സുഹൃത്ത് ബിനോയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകും മുൻപ് മുൻ സുഹൃത്ത് 1-ലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ്. ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ തെളിവുകളും കണ്ടെത്തി സൈബർ പോലീസ്. മൂന്നാറിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥനെ വേണം നിയമിക്കാനെന്ന് നിർദ്ദേശം. മൂന്നാറിൽ നേരത്തെ പട്ടയം നൽകിയതിലെ വസ്തുതകൾ അന്വേഷണ വിധേയമാക്കണമെന്നും റവന്യൂ രേഖകളടക്കം കൃത്രിമം നടത്തിയിട്ടുണ്ടെന്നും കോടതി. അനധികൃത ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാത്തതിൽ വീണ്ടും ഹൈക്കോടതി വിമർശനം. അനധികൃത ബോർഡുകൾക്ക് ഓരോന്നിനു വീതം 5000 രൂപ പിഴ ഈടാക്കിയില്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഈടാക്കേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ്. ട്രാഫിക് സിഗ്നലുകൾ മറച്ചവരെ സ്ഥാപിച്ച ബോർഡുകൾ നീക്കാനുള്ള കോടതി ഉത്തരവ് പാലിക്കുന്നില്ലെന്ന് കോടതിയെ അറിയിച്ച് അമിക്കസ് ക്യൂറി. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ ഗുണ്ടാ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 32 പേരെന്ന് മുഖ്യമന്ത്രി. ഇക്കാലയളവിൽ 212 ഗുണ്ടാ ആക്രമണ കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും 226 പേർക്ക് പരിക്കേറ്റെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. എല്ലാ കേസുകളിലും പ്രതികളെ പിടികൂടിയെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി AP അനിൽകുമാറിന്റെ ചോദ്യത്തിന്. പാലക്കാട് പട്ടാമ്പി ആമയൂർ MES കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. കയ്യാങ്കളി കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും തമ്മിൽ പഠനകാലത്തെ മുൻ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണം.
കൊച്ചി കാക്കനാട് കാർ നിയന്ത്രണം വിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറി യുവതി ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതര പരിക്ക്. സമീപത്തെ 3 ബൈക്കുകളും ഇടിച്ചു തെറിപ്പിച്ചു. കാർ ഡ്രൈവർക്ക് ഇയർ ബാലൻസ് പ്രശ്നമുണ്ടായതാണ് അപകട കാരണം. അപകടം നടന്നത് ഉച്ചയ്ക്ക് 1:45-ഓടെ. കോഴിക്കോട് മുക്കം അഗസ്ത്യൻ മുഴയിലുണ്ടായ വാഹനാപകടത്തിൽ 1 മരണം. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന സ്ത്രീയാണ് മരിച്ചത്. ഇരുചക്ര വാഹനം ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അട്ടപ്പാടി ചുരത്തിൽ KSRTC ബസ് അപകടം. 10-ാം വളവിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് റോഡ് വക്കിലെ പാറയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് കാർ കത്തി മരണം. ആത്മഹത്യയെന്ന സംശയം. മരിച്ച ജെയ്നു പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കാർ നിർത്തിയിട്ട ശേഷം ജെയ്നു ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആൻജിയോഗ്രാം മെഷീൻ തകരാറായത് മറച്ചുവെച്ചതിനെ തുടർന്ന് ചികിത്സ വൈകി രോഗി മരിച്ചെന്ന ആരോപണം. മരിച്ചത് അരുവിക്കര സ്വദേശി അഖിൽ മോഹൻ. പരാതി തിരുവനന്തപുരത്തുള്ള SK ആശുപത്രിക്കെതിരെ. ആശുപത്രി അധികൃതർക്കെതിരെ പൂജപ്പുര പോലീസിൽ പരാതി നൽകി കുടുംബം. കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ മാസം 1-ാം തീയതി മരിച്ചത് അരമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിൽ. അനസ്തീഷ്യ നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന റിപ്പോർട്ട്. ഭൂമി കയ്യേറ്റമുണ്ടെന്ന് തെളിയിച്ചാൽ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൂർണ്ണമായും തന്നേക്കാമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ്. താൻ യാതൊരു വിധത്തിലുള്ള ഭൂമി കയ്യേറ്റവും നടത്തിയിട്ടില്ല എന്നും വേണമെങ്കിൽ ഇനിയും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്നും ജോർജ് ജോസഫ്. ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അലൈൻമെന്റ് മാറ്റി എന്നതായിരുന്നു കോൺഗ്രസ് ആരോപണം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട മോഹൻലാൽ. അമ്മ അധ്യക്ഷ സ്ഥാനത്തേക്ക് മോഹൻലാലിന് ഇത് 3-ാം ഊഴം. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരം നടക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ. കണ്ണൂരിലും പാലക്കാടും KSU പ്രതിഷേധം. കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി സിലബസ് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറിക്കൂടെയെന്ന് ഹൈക്കോടതി. ED പിടിച്ചെടുത്ത രേഖകൾ നൽകണമെന്ന ആവശ്യം. കോടതിയുടെ ചോദ്യം. രേഖകൾ നൽകുന്നതിലെ ED എതിർപ്പിനെ തുടർന്ന്. മുൻഗണന നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്ന് VD സതീശൻ. ജീവാനന്ദം പദ്ധതിയെക്കുറിച്ച് കൂടിയാലോചനകൾ നടന്നിട്ടില്ല. പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോഴും അവ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ്. സപ്ലൈകോയ്ക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സബ്സിഡി മാത്രം കിട്ടുന്ന കേന്ദ്രമെന്ന നിലയിലേക്ക് പ്രചരണം നടന്നു. കേന്ദ്രം പണം തരുന്നു എന്നത് തെറ്റായ വാദം. കേരളം നടപ്പിലാക്കിയ K-റൈസ് അരി വിതരണത്തെ പോലും പ്രതിപക്ഷം അപമാനിച്ചെന്നും GR അനിൽ. പെരിയാർ മത്സ്യക്കുരുതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് കുഫോസ്. സൾഫൈഡിന്റെയും അമോണിയയുടെയും അമിത അളവെന്ന റിപ്പോർട്ടിൽ. മീനുകൾ ചത്തുപൊങ്ങിയത് പെരിയാർ മലിനമായി 1 മണിക്കൂറിനുള്ളിൽ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കുഫോസിന്റെ നിർദ്ദേശം.
മഞ്ഞപ്പിത്ത ഭീതി വിട്ടൊഴിയാതെ എറണാകുളം മൂവാറ്റുപുഴ. വേങ്ങൂരിൽ മാത്രം ഇതുവരെ 249 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. 2 പേർ ഇതിനോടകം രോഗം ബാധിച്ച് മരിച്ചു. കളമശ്ശേരി നഗരസഭാ മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഡെങ്കിപ്പനി വ്യാപകമായത് എറണാകുളം കളമശ്ശേരി നഗരസഭയുടെ 7 വാർഡുകളിൽ. ഇതുവരെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 22 പേർക്കെന്ന് ആരോഗ്യവകുപ്പ്. ഫോഗിംഗ് നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവുമായി കൗൺസിലർമാർ. നഗരസഭയിൽ ലഭ്യമായ ഫോഗിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നും ആരോപണം. കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധ സംഭവത്തിൽ ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ താമസക്കാർ. 2 വയസ്സുള്ള കുട്ടിയുടെ നില മോശമെന്ന പിതാവ്. കാര്യങ്ങൾ വഷളായതിന് കാരണക്കാർ അസോസിയേഷൻ എന്നും ഭാരവാഹികൾ. നിയമ നടപടി സ്വീകരിക്കും. 2 ആഴ്ചക്കിടെ രോഗമുണ്ടായത് 441 പേർക്കെന്ന് ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ മേപ്പാടി മാൻകുന്ന് ചേരുംകാട്ടിൽ വീടിനോട് ചേർന്നുള്ള ചായ്പിൽ പുലിയെ കണ്ടത് പുലർച്ചെ 2:30-ഓടെ. വളർത്തുപട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. വയനാട് നൂൽപ്പുഴ നെന്മേനിക്കുന്നിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വീടിന് സമീപത്തെ വയലിൽ മേയാൻ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചു. പശുവിന്റെ ഇരുകാലുകൾക്കും സാരമായി പരിക്ക്. പ്രദേശത്ത് നേരത്തെയും വന്യമൃഗശല്യം രൂക്ഷം. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുവ ഭീതിയിൽ പ്രദേശവാസി. വന്യമൃഗശല്യത്തിൽ സർക്കാരിനെതിരെ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വനം വകുപ്പിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം. മന്ത്രിയോട് പറഞ്ഞ പരാതികൾ ചെന്നുപതിച്ചത് ബധിരകർണങ്ങളിലെന്നും പാംപ്ലാനി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിയുടെ ഭർത്താവ് ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കാനുള്ള യുവതിയുടെ സത്യവാങ്മൂലവും ഹർജിക്കൊപ്പം. രാഹുൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി പോലീസിന് നോട്ടീസ് അയച്ചു. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ KSRTCയുടെ U-ടേൺ. പുതുതായി 220 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ചു. ഈ ബസ്സുകളോടുള്ള ഗതാഗത മന്ത്രിയുടെ വിയോജിപ്പാണ് ചുവടുമാറ്റത്തിന് പിന്നിലെന്ന് സൂചന. ഡീസൽ ബസ്സിലേക്കുള്ള ചുവടുമാറ്റം KSRTCക്ക് അധിക ബാധ്യതയുണ്ടാക്കുമെന്ന് ആക്ഷേപം. CPM കോഴിക്കോട് പുതുപ്പാടി ലോക്കൽ സെക്രട്ടറി PK ഷൈജലിനെ ചുമതലയിൽ നിന്നും ഏരിയ കമ്മിറ്റി നീക്കി. പാർട്ടി നയത്തിന് വിരുദ്ധമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടതിനാണ് അടിയന്തര നടപടി. പെരുന്നാൾ ആശംസയ്ക്ക് മറുപടി നൽകിയത് മുസ്ലിം മതവിശ്വാസികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്ന് താമരശ്ശേരി ഏരിയ കമ്മിറ്റി വിലയിരുത്തൽ. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ ആവിഷ്കരിച്ച വിദ്യാവാഹിനി പദ്ധതി പ്രതിസന്ധിയിൽ. പദ്ധതി നടപ്പാക്കേണ്ടത് പൊതുഗതാഗത സംവിധാനമില്ലാത്ത ഭാഗങ്ങളിൽ. പ്രതിസന്ധിക്ക് കാരണം മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹന സൗകര്യം ഏർപ്പെടുത്താനുള്ള കരാർ ആരും ഏറ്റെടുക്കാത്തത്. കുടിശ്ശിക ലഭിക്കാതെ വാഹനം ഓടിക്കാനാവില്ല എന്ന് വാഹന ഉടമകൾ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നടൻ രമേശ് പിഷാരടി. മത്സരരംഗത്തേക്ക് ഉടനില്ലെന്നും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ലെന്നും രമേശ് പിഷാരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട്, വയനാട്, ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി UDF-നൊപ്പമുണ്ടാകുമെന്നും രമേശ് പിഷാരടി. മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 12.5 ലക്ഷം രൂപ നൽകാൻ കുവൈറ്റ് തീരുമാനം. എംബസികൾ മുഖേന പണം വിതരണം ചെയ്യും. തീരുമാനം കുവൈറ്റ് അമീറിന്റെ ഉത്തരവ് പ്രകാരം. സിറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ അടിയന്തര യോഗം തുടരുന്നു. നിർണായക തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായേക്കുമെന്ന് സൂചന. മുൻപ് ചേർന്ന യോഗത്തിൽ ഏകീകൃത കുർബാന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്നതിനാലാണ് സിനഡ് ഇന്നും യോഗം ചേരുന്നത്. കടുത്ത നിലപാട് തുടർന്നാൽ എറണാകുളം അതിരൂപത സ്വതന്ത്ര സഭയായി നിൽക്കുമെന്ന തീരുമാനത്തിലാണ് വൈദിക സമിതിയും അൽമായ മുന്നേറ്റവും.
സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. മറ്റന്നാൾ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട സീതത്തോട് 500 ലിറ്റർ കോട പിടിച്ചെടുത്ത എക്സൈസ്. കോട കണ്ടെത്തിയത് താമരശ്ശേരി വീട്ടിൽ വിവേകിന്റെ പറമ്പിൽ നിന്ന്. വിവേകോ ഒളിവിൽ. കോട കണ്ടെത്തിയത് ചിറ്റാർ എക്സൈസ്. ആലുവയിൽ 1 കിലോ MDMA-യുമായി പിടിയിലായ യുവതി NCBയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളയാൾ. മുൻപ് 2 തവണ ലഹരി വസ്തുക്കൾ കടത്തിയതായി സംശയിച്ച ഇവരെ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് നിഗമനം. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് സൂചന. ബംഗളൂരു സ്വദേശി സർമീൻ അക്താറിനെ ആലുവ റൂറൽ പോലീസ് പിടികൂടിയത് ഇന്നലെ. വയനാട്ടിൽ 830 ഗ്രാം കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിലായത് പടിഞ്ഞാറേത്തറ സ്വദേശി P. മമ്മൂട്ടി. കഞ്ചാവ് പിടികൂടിയത് ടൗണിൽ വെച്ച് പോലീസിനെ കണ്ട് പരിഭ്രമിച്ച മമ്മൂട്ടിയെ ദേഹപരിശോധന നടത്തിയതിനൊടുവിൽ. കോഴിക്കോട് കൂടത്തായി ഇരുതുള്ളിപ്പുഴയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയ ആരോഗ്യവകുപ്പ്. പരിശോധന അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയിലെ മാലിന്യം പുഴയിലേക്ക് ഒഴുകുന്നതെന്ന് നാട്ടുകാരുടെ പരാതിയിൽ. താമരശ്ശേരിയിലെ നിരവധി സ്ഥാപനങ്ങളിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് ഇരുതുള്ളിപ്പുഴയിൽ നിന്ന്. നിയമസഭയിൽ കോളനി എന്ന പദം പ്രയോഗിച്ച മന്ത്രി K. രാജനെ തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കോളനി, ഊര്, സങ്കേതം തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി ഉത്തരവിറങ്ങിയ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇടപെടൽ. പ്രയോഗം തിരുത്തി നഗർ എന്ന പദം ഉപയോഗിച്ച് മന്ത്രി K. രാജൻ. ഒഡീഷയിൽ ഡിഫ്തീരിയ ബാധിച്ച് 5 മരണം, 18 പേർക്ക് രോഗബാധയെന്ന് സംശയം. സംഭവം റായഗഡ ജില്ലയിൽ. പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചെന്ന് സർക്കാർ. വീടുതോറുമുള്ള സർവേ നടത്തുകയും വാക്സിനേഷൻ നില പരിശോധിക്കുകയും ചെയ്യുമെന്ന് ഒഡീഷ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ നീലകണ്ഠ മിശ്ര. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 3 വരെ നീട്ടി. റിമാൻഡ് നീട്ടരുതെന്ന കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ അഭ്യർത്ഥന ഡൽഹി പ്രത്യേക കോടതി അനുവദിച്ചില്ല. കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ മദ്യവിൽപ്പന സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള 2021 മദ്യനയവുമായി ബന്ധപ്പെട്ട്. ശ്രീലങ്കൻ നേവി പിടികൂടിയ തമിഴ്നാട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യമുന്നയിച്ച് വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. നിലവിൽ 15 മത്സ്യത്തൊഴിലാളികളും 163 ബോട്ടുകളും ശ്രീലങ്കൻ കസ്റ്റഡിയിലാണെന്നും സ്റ്റാലിൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നാളെ ശ്രീലങ്കയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തും. സർക്കാർ രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനം. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ അവലോകനം ചെയ്യുമെന്ന് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അലി സാബ്രി. ബംഗളൂരുവിൽ ദമ്പതികൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ലഭിച്ച പാക്കേജിൽ ജീവനുള്ള വിഷപ്പാമ്പ്. പാഴ്സലിൽ നിന്നും പുറത്തേക്ക് വന്ന മൂർഖൻ പാമ്പിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ദമ്പതികൾ. ഖേദം പ്രകടിപ്പിച്ച് പണം തിരികെ നൽകി ഒഴിഞ്ഞ് ആമസോൺ. ഹരിയാന പാനിപ്പത്തിൽ ജിം ഇൻസ്ട്രക്ടറെ വിവാഹം കഴിക്കുന്നതിനായി ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ. 3 വർഷത്തിനു ശേഷം കൊലയാളി ഭാര്യയെന്ന് കണ്ടെത്തി പോലീസ്. ഭാര്യ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഭർത്താവ് വിനോദ് വിവാഹേതര ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന്. ആദ്യ ആസൂത്രണത്തിൽ വിനോദ് പരിക്കുകളോടെ രക്ഷപ്പെട്ടതിനാൽ മറ്റൊരു കരാറിലൂടെ ഭാര്യ കൊലപാതകം നടത്തുകയായിരുന്നുവെന്ന് പോലീസ്. സമ്പൂർണ്ണ ബജറ്റിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുമായി ആദ്യ കൂടിയാലോചന നടത്തി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. 2024-25 സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. ജൂലൈ 2ാം പകുതിയിൽ 7 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ.
ചെന്നൈയിൽ നടപ്പാതയിൽ ഉറങ്ങിക്കിടന്ന ആളെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ രാജ്യസഭാ എംപിയുടെ മകൾക്ക് ജാമ്യം ലഭിച്ചത് വൈഎസ്ആർ കോൺഗ്രസ് രാജ്യസഭാ എംപി ബീദാ മസ്താൻ റാവുവിന്റെ മകൾ മാധുരിക്ക്. യുവാവ് ഉറങ്ങിക്കിടന്നത് ശ്രദ്ധിക്കാതെ ദേഹത്തുകൂടി കാർ കയറിയിറങ്ങുകയായിരുന്നു. അതിജീവിതയെ വിവാഹം ചെയ്യാൻ പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ച് കർണാടക ഹൈക്കോടതി. വിവാഹം നടത്താൻ തീരുമാനിച്ചത് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായതോടെ. വിധി വിവാഹത്തിന് ഇരു കുടുംബങ്ങളും സമ്മതിച്ചതോടെ കേസ് റദ്ദാക്കണമെന്ന പ്രതിയുടെ ഹർജിയിൽ കുഞ്ഞിനെ സംരക്ഷിക്കാനും അമ്മയെ പിന്തുണയ്ക്കാനുമാണ് ഇത്തരമൊരു തീരുമാനമെന്ന് കോടതി. ഇന്ത്യയിൽ ഈ വർഷം മൺസൂൺ സാധാരണയിലും കുറവെന്ന് കാലാവസ്ഥാ വകുപ്പ്. മെയ് 30-ന് കേരളത്തിൽ ആരംഭിച്ച തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മുതൽ രാജ്യത്ത് ലഭിച്ച മഴയിൽ 20% കുറവ്. ജൂൺ 21, 22 തീയതികളിൽ കേരള തീരത്ത് അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. എൻസിആർടിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി സുഹാസ് പാൽഷിക്കറും യോഗേന്ദ്ര യാദവും. പരാതി പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളിൽ മുഖ്യ ഉപദേശകരായി പേരുകൾ പരാമർശിക്കുന്നതിന്. +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൽ ബാബറി മസ്ജിദ് ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് ഇരുവരും നിലപാട് കടുപ്പിച്ചത്. പലതവണ പുസ്തകങ്ങളിൽ മാറ്റം വരുത്തിയതോടെയാണ് ഇരുവരും എൻസിആർടിയുമായി ഇടഞ്ഞത്. പാഠപുസ്തകങ്ങളിൽ ഭാരതമെന്നും ഇന്ത്യയെന്നും ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കി എൻസിആർടിയുടെ ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി. പ്രതികരണം: പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന വാക്ക് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന കരിക്കുലം കമ്മിറ്റി ശുപാർശയിൽ. അനാവശ്യ വിവാദമാണിപ്പോൾ നടക്കുന്നതെന്നും 2 വാക്കുകളോടും പ്രത്യേക താൽപര്യമോ എതിർപ്പോ ഇല്ലെന്നും സക്ലാനി. മണിപ്പൂരിൽ വംശീയ സംഘർഷം അവസാനിപ്പിക്കാൻ കുക്കി മെയ്തേ വിഭാഗക്കാരുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. തീരുമാനം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ഇരു വിഭാഗങ്ങളുമായും ചർച്ച നടത്തുമെന്നും സ്ഥിതിഗതികൾ സമഗ്രമായി അവലോകനം ചെയ്ത് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും അമിത് ഷാ. മുംബൈയിൽ ഓർഡർ ചെയ്ത് കിട്ടിയ ഐസ്ക്രീമിൽ കണ്ട വിരൽ ഫാക്ടറിയിലെ ജീവനക്കാരന്റേതെന്ന് പോലീസ്. ഐസ്ക്രീം നിർമ്മാണത്തിനിടെ ഫാക്ടറിയിലുണ്ടായ അപകടത്തിൽ ജീവനക്കാരന്റെ വിരൽ നഷ്ടപ്പെട്ടതായി വിവരം. DNA പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരണമുണ്ടാകും. തുടർ നടപടികൾ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമെന്നും പോലീസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ ചുമതല ശിവരാജ് സിംഗ് ചൌഹാനും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും. തീരുമാനം BJP അധ്യക്ഷൻ JP നദ്ദയുടെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും നേതൃത്വത്തിൽ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വലിയ ആത്മവിശ്വാസം നൽകിയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനാ നഗരിയിൽ നിന്ന് ഹാജിമാർ മടങ്ങി. കഅബയ്ക്ക് അരികിലെത്തി വിടവാങ്ങൽ പ്രദക്ഷിണം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങും. കനത്ത ചൂട് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പ്രതിസന്ധിയായി. ഹജ്ജിനിടെ കുറഞ്ഞത് 550 തീർത്ഥാടകരെങ്കിലും മരിച്ചതായി അറബ് നയതന്ത്രജ്ഞർ. മരണസംഖ്യ ഉയർന്നത് താപനില ഉയർന്നതോടെ. വെളിപ്പെടുത്തൽ വാർത്താ ഏജൻസി AFPക്ക് നൽകിയ പ്രതികരണത്തിൽ. തിങ്കളാഴ്ച മക്കയിൽ ഗ്രാൻഡ് മോസ്കിൽ 51.8 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. യൂറോ കപ്പിൽ ക്രൊയേഷ്യയ്ക്ക് തിരിച്ചടി. അൽബേനിയയോട് സമനില വഴങ്ങി. ഇരു ടീമുകൾക്കും 2 ഗോൾ. അൽബേനിയയുടെ സമനില ഗോൾ ഇഞ്ചുറി ടൈമിൽ. ക്രൊയേഷ്യയുടെ നോക്കൌട്ട് സാധ്യത തുലാസിൽ. മാലദ്വീപിൽ ഇസ്രായേലിൽ നിന്നുള്ള സഞ്ചാരികൾ പ്രവേശിക്കുന്നത് വിലക്കാനുള്ള തീരുമാനത്തിൽ മലക്കം മറിഞ്ഞ മാലദ്വീപ് ഭരണകൂടം. തീരുമാനം പുനഃപരിശോധിക്കാൻ മാലദ്വീപ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. മാറ്റം അറബ് വംശജരെയും വിലക്ക് ബാധിക്കുമെന്ന് കണ്ടെത്തലിനെ തുടർന്ന്. ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്തി ഉന്നതതല US കോൺഗ്രസ് പ്രതിനിധി സംഘം. US കോൺഗ്രസ് അംഗം മൈക്കൽ
മക്കോളിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തിൽ മുൻ US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയും. ടിബറ്റിനുള്ള US പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനായി US കോൺഗ്രസ് പാസാക്കിയ ഉഭയകക്ഷി ബില്ലായ ദ റിസോൾവ് ടിബറ്റ് ആക്ടിന്റെ ഫ്രെയിം ചെയ്ത കോപ്പി മക്കോൾ ദലൈലാമയ്ക്ക് സമ്മാനിച്ചു. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകുന്ന ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യമായി തായ്ലൻഡ്. വിവാഹ സമത്വ ബിൽ തായ് സെനറ്റ് അംഗീകരിച്ചു. ബില്ലിന് സെനറ്റ് വൻ ഭൂരിപക്ഷത്തോടെ അംഗീകാരം നൽകി. 152 അംഗങ്ങളുള്ള സെനറ്റിൽ 130 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 4 പേർ എതിർത്തു. 18 അംഗങ്ങൾ വിട്ടുനിന്നു. ഇതോടെ സ്വവർഗ വിവാഹം അംഗീകരിക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യമായി തായ്ലൻഡ്. സിംഗപ്പൂരിൽ വിനോദസഞ്ചാര കേന്ദ്രമായ സെന്റോസ ദ്വീപിലെ ബീച്ചുകൾ അടച്ചിടൽ കപ്പലുകൾ കൂട്ടിയിടിച്ചുണ്ടായ ഇന്ധന ചോർച്ചയെ തുടർന്ന് താൽക്കാലികമായി അടച്ചത് ടാൻജോങ്, പലവാൻ, സിലോസോ എന്നീ ബീച്ചുകൾ. തീരദേശ സേനയും തുറമുഖ അധികൃതരും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഖാലിസ്ഥാൻ വാദി ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ മരണവാർഷികത്തിൽ മൗനമാചരിച്ച് കനേഡിയൻ പാർലമെന്റ്. കാനഡ പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിലാണ് ഒരു നിമിഷത്തെ മൗനാചരണം ഉണ്ടായത്. അതേസമയം കാനഡയ്ക്ക് മറുപടിയുമായി ഇന്ത്യൻ കോൺസുലേറ്റ്. ഖാലിസ്ഥാനെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 329 പേരെ ആദരിക്കുന്നതിനായി അനുസ്മരണ സമ്മേളനം പ്രഖ്യാപിച്ചു. അനുസ്മരണ സമ്മേളനം നടക്കുക ഞായറാഴ്ച വൈകിട്ട് 6:30-ന്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെതിരെ ആഞ്ഞടിച്ച് നാൻസി പെലോസി. ദലൈലാമയുടെ പൈതൃകം എന്നും നിലനിൽക്കുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുമെന്നും നാൻസി. പരാമർശം ധർമ്മശാലയിലെ സുഗ്ലാങ്കാങ് കോംപ്ലക്സിൽ നടന്ന പൊതു അനുമോദന പരിപാടിയിൽ. ദ്വിദിന സന്ദർശനത്തിനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയിൽ. ഇത് 24 വർഷങ്ങൾക്ക് ശേഷമുള്ള പുടിന്റെ ആദ്യ കൊറിയൻ പര്യടനം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യൻ സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നതായി കിം ജോങ് ഉൻ. ഉത്തര കൊറിയയുടെ പിന്തുണയ്ക്ക് പുടിന്റെ നന്ദി. റഷ്യയ്ക്ക് ഉത്തര കൊറിയ കൂടുതൽ ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനമുണ്ടായേക്കും. ബ്രിട്ടനിലുള്ള ഹിന്ദുജ കുടുംബത്തിന് കുരുക്കുമുറുകുന്നു. മനുഷ്യക്കടത്ത് ആരോപണത്തിന് പിന്നാലെ തൊഴിലാളി ചൂഷണത്തിന്റെയും വിവരങ്ങൾ പുറത്ത്. പാസ്പോർട്ട് പിടിച്ചുവെച്ചതായും വീടിന് പുറത്തു പോകുന്നത് തടഞ്ഞതായും ആരോപണം. വീട്ടുജോലിക്കാരുടെ ശമ്പളത്തിലും അധികം പണം ചിലവഴിക്കുന്നത് വളർത്തുനായ്ക്ക് വേണ്ടിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് ഹിന്ദുജ ഗ്രൂപ്പ്. ബോയിംഗ് സിഇഒ ഡേവ് കാൽഹൂണിന് തിരിച്ചടി. വിമാന സുരക്ഷാ കേസിൽ അമേരിക്കൻ സെനറ്റ് കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം. വിമാനങ്ങൾക്ക് ഗുണനിലവാരമില്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വിമാന നിർമ്മാണമെന്നും സെനറ്റ് കമ്മിറ്റി. കടുത്ത നിയമ നടപടിയിലേക്കും നഷ്ടപരിഹാരത്തിലേക്കും അമേരിക്കൻ സെനറ്റ് കമ്മിറ്റി നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാനിൽ ചൂട് കൂടുന്നു. ഏറ്റവും കൂടുതൽ ബർക്കയിൽ എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബർക്കയിൽ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത് 48.1 ഡിഗ്രി സെൽഷ്യസ് താപനില. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് വിവരമറിയിച്ചത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന് അത്യാഡംബര വാഹനം സമ്മാനിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കിമ്മിന് പുടിൻ സമ്മാനിച്ചത് റഷ്യൻ നിർമ്മിത ഓറസ് ലിമോസിൻ. സോവിയറ്റ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന റെട്രോ സ്റ്റൈൽ ലിമോസിനാണ് കിമ്മിന് സമ്മാനിച്ച ഓറസ് സെനറ്റ്. പുടിന് വിവിധ കലാസൃഷ്ടികൾ സമ്മാനമായി ലഭിച്ചതായും റിപ്പോർട്ടുകൾ. സൽമാൻ ഖാൻ നായകനാകുന്ന ആക്ഷൻ എന്റർടൈനർ സിക്കന്ദറിന് തുടക്കം. സിക്കന്ദർ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം AR മുരുകദോസ് വീണ്ടും ഹിന്ദിയിലേക്ക് തിരിച്ചുവരവ് നടത്തുന്ന സിനിമ. രശ്മിക മന്ദാന നായികയായെത്തുന്ന ചിത്രത്തിൽ സത്യരാജ് വില്ലൻ വേഷത്തിലെത്തുമെന്ന് റിപ്പോർട്ട്.
സിനിമാ ചിത്രീകരണത്തിനിടയിൽ ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയ്ക്ക് പരിക്ക്. താരത്തിന്റെ കഴുത്തിന് മുറിവേറ്റത് ദ ബ്ലഫ് എന്ന ചിത്രത്തിലെ സംഘട്ടന രംഗത്തിനിടെ. ജോലിക്കിടയിലെ അപകടങ്ങൾ എന്ന കുറിപ്പോടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് പ്രിയങ്ക. മദ്യപിച്ച് വാഹനമോടിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ നടനും ഗായകനുമായ ജസ്റ്റിൻ ടിംബർലേക്കിനെ വിട്ടയച്ചു. റോഡിലെ സ്റ്റോപ്പ് ചിഹ്നത്തിലൂടെ വാഹനമോടിച്ചതും വലതുവശം ചേർന്ന് പോകാതിരുന്നതുമാണ് താരത്തിനെ കുരുക്കിയതെന്ന് ഔദ്യോഗിക രേഖകൾ. താരത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ജാമ്യമില്ലാ കുറ്റം ചുമത്തി. പ്രഭാസ് നായകനാകുന്ന കൽക്കി 2898 ADയിലെ ശോഭനയുടെ ക്യാരക്ടർ പോസ്റ്റ് പുറത്ത്. ചിത്രത്തിലെ താരമെത്തുക അതിഥി വേഷത്തിൽ. ശോഭന തെലുങ്കിലെത്തുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം. താരസാന്നിധ്യം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ചിത്രത്തിന്റെ ട്രെയിലറിലൂടെ. വിജയ് മല്യയുടെ മകൻ സിദ്ധാർത്ഥ് മല്യ വിവാഹിതനാകുന്നു. വിവാഹ വിവരം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് സിദ്ധാർത്ഥ്. പങ്കുവച്ചത് വിവാഹ വാരത്തിന് തുടക്കമായി എന്ന കുറിപ്പോടെ. ഭാവി വധു ജാസ്മിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രവും പുറത്ത്. പുതുമുഖ താരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന സമാധാന പുസ്തകം ജൂലൈ 19 തിയേറ്ററുകളിൽ. പുതുമുഖ താരങ്ങൾക്കൊപ്പം സിജു വിൽസൺ, ലിയോണ ലിഷോയ്, വീണ നായർ തുടങ്ങിയവരും അഭിനയിക്കുന്നു. സിഗ്മ സ്റ്റോറീസിന്റെ ബാനറിൽ നിസാർ മംഗലശ്ശേരിയാണ് നിർമ്മാണം. ജോആൻജോ, 18+ എന്നീ ചിത്രങ്ങളുടെ കോ റൈറ്ററായ രവീഷ് നാഥാണ് ചിത്രത്തിന്റെ സംവിധായകൻ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വായ്പകളുടെ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചു. പുതിയ നിരക്കുകൾ നാളെ പ്രാബല്യത്തിൽ വരും. ഇതോടെ തിരിച്ചടവ് ബാധ്യത കുറയും. മാർച്ചിന് ശേഷം സൗത്ത് ഇന്ത്യൻ ബാങ്ക് MCLR നിരക്കിൽ മാറ്റം വരുത്തുന്നത് ഇതാദ്യം. ഡൽഹി വിമാനത്താവളത്തിൽ സ്വയം ചെക്ക് ഇൻ നടത്താൻ ഇനി 30 സെക്കൻഡ് മാത്രം. യാത്രക്കാർക്ക് ലഗേജ് നൽകി ടാഗ് വാങ്ങി ചെക്ക് ഇൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ സംവിധാനം പ്രവർത്തനക്ഷമമായി. ടാഗിൽ എല്ലാ വിവരങ്ങളും ഉള്ളതിനാൽ ബോർഡിംഗ് പാസ് വാങ്ങാനും ബയോമെട്രിക് പരിശോധനയ്ക്കുമുള്ള സമയം ലാഭിക്കാം. ഇന്ത്യയിൽ ഈ സൗകര്യമുള്ള ആദ്യത്തെ വിമാനത്താവളമായി മാറി ഡൽഹി. പാക്കറ്റുകളിലാക്കിയ പാതി വേവിച്ച പൊറോട്ടയ്ക്ക് 5% GST ചുമത്താനുള്ള സിംഗിൾ ബെഞ്ച് തീരുമാനം 2 മാസത്തേക്ക് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. താൽക്കാലിക സ്റ്റേ നൽകിയത് പൊറോട്ടയെ ബ്രെഡിന്റെ കൂട്ടത്തിൽ പെടുത്തണമെന്ന വിധിക്ക്. ഉത്തരവ് സംസ്ഥാന സർക്കാരും സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പും നൽകിയ അപ്പീലിൽ. കേസ് വീണ്ടും പരിഗണിക്കുക ജൂലൈ 17. ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്തി കേരളത്തിൽ വ്യാപകം. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ ട്രോളിംഗ് നിരോധനമുണ്ടെങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ധാരാളമായി ലഭിക്കുന്ന മത്തിയാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത്. കടലിൽ ചൂട് കൂടിയതിനാൽ മീൻ ലഭ്യത കുറഞ്ഞതിനൊപ്പം ട്രോളിംഗ് നിരോധനം കൂടി വന്നതിനാലാണ് കേരളത്തിൽ മത്തി തൽക്കാലം മാറ്റി നിർത്തപ്പെട്ടത്. മെട്രോ റെയിൽ സ്റ്റേഷനുകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ആദ്യഘട്ടമെന്ന നിലയിൽ തുടക്കം കുറിക്കുക ചെന്നൈ മെട്രോ റെയിൽ സ്റ്റേഷനുകളിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ വരിക ഷേണോയ് നഗർ, ചെന്നൈ സെൻട്രൽ, വികോം നഗർ എന്നിവിടങ്ങളിൽ. കൂടുതൽ യാത്രക്കാരെ മെട്രോയിലേക്ക് ആകർഷിക്കാൻ ലുലുവിന്റെ വരവ് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ മെട്രോ. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം 7.2% വളർച്ച നേടുമെന്ന് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച്. പുതിയ പ്രഖ്യാപനം കഴിഞ്ഞ മാർച്ചിലെ 7% വളർച്ച എന്നുള്ള പ്രവചനം തിരുത്തി. അനുകൂല ഘടകങ്ങൾ ആളുകളുടെ പണം ചെലവഴിക്കലും നിക്ഷേപവും ഉയർത്തുന്നതും
വിലക്കയറ്റ തോത് കുറഞ്ഞതും ഈ സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ച നേടുമെന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രവചനം. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് കച്ചമുറുക്കിയ ഇന്ത്യയുടെ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ. മത്സരം നാളെ രാത്രി 8-ന് ബാർബഡോസിൽ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 8-ലെത്തിയ ആത്മവിശ്വാസത്തിലാണ് നീലപ്പട. വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരികെ വരുമെന്ന് ഓസ്ട്രേലിയൻ മുൻ താരം മാത്യു ഹെയ്ഡൻ. ഏത് സാഹചര്യത്തിലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന താരമാണ് കോഹ്ലി എന്ന് ഹെയ്ഡൻ. സൂപ്പർ 8-ൽ മികച്ച പ്രകടനം കാണാമെന്നും മാത്യു ഹെയ്ഡൻ. കോഹ്ലി ലോകകപ്പിൽ 3 മത്സരങ്ങളിൽ നേടിയത് വെറും 5 റൺസ് മാത്രം.